उसको मिटा सकता है। तेरी अजब सी अदाएं हैं। ഓം ശാന്തി ഓമിന്റെ റീ റിലീസ് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ടിക്കറ്റ് പ്രൈസ് 92 ഉണ്ടായിരുന്നുള്ളൂ. ഈ 92 ഉണ്ടായതിൻ്റെയാണോ എന്നറിയില്ല. നല്ല ആളുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ജെൻസി ഒരു കോളേജ് ബാച്ച് പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേർക്ക് നല്ല വൈബായിരുന്നു ഈ പടം തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ മേ ബി ടി വിയിലൊക്കെ ആയിരിക്കാം ഈ സിനിമ കണ്ടിട്ടുണ്ടാവുക. അവർക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഓം ശാന്തി ഓമിന്റെ കിട്ടിക്കാണില്ല. അപ്പോൾ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത് കണ്ടു. അവർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി ഓം ശാന്തി ഓം എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ലാത്തതാണ്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2007 ആ സമയം ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. ഞാൻ ഇടക്കൊച്ചി അക്യൂനാസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അക്യൂനാസ് കോളേജിൽ നിന്ന് ഷെനായ്സ് വരെ ബാച്ച് അടിച്ച് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും കൂടിയൊക്കെ നേരത്തെ വരികയാണ്. കാരണം ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഈ ദർദ് ഡിസ്കോ എന്ന് പറയുന്ന പാട്ടൊക്കെ അതൊരു വേറെ ലെവലായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന പടമാണ് ഓം ശാന്തി ഓം. എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓമും സാവരിയ രൺബീറിന്റെ ആദ്യത്തെ പടം ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു റിലീസ്. ശ്രീധറിലായിരുന്നു എന്ന് തോന്നുന്നു സാവരിയ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം സാവരിയ ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. പക്ഷേ ഓം ശാന്തി ഓം ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. ഞങ്ങൾ നേരത്തെ എത്തി. കാരണം നേരത്തെ എത്താതെ ടിക്കറ്റ് കിട്ടുന്ന വേറെ പരിപാടിയില്ല. കാരണം ഇന്നത്തെ പോലെ ഇന്നാണെങ്കിൽ എന്ത് എളുപ്പമാണ്. ബുക്ക് മൈ ഷോയിൽ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെയൊന്നും അല്ല. പണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരണം, വന്നിട്ട് ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ ഈ ഷെനായ്സിന്റെ ഇപ്പോഴത്തെ ഷെനായ്സ് അല്ല, പഴയ ഷെനായ്സ് ഒരു വിസ്താരമാ തിയേറ്റർ. എനിക്ക് എപ്പോഴും ഷെനായ്സിന്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം ഒരുപാട് നൊസ്റ്റാൾജിയ, ഒരുപാട് ഓർമ്മകളുള്ള ആ വലിയ സ്ക്രീൻ, ആ വിസ്താരമാ സ്ക്രീൻ ഇപ്പം ഇല്ല. അതൊക്കെ വെട്ടിക്കൂട്ടി ഒരു പെട്ടിക്കൂട് പോലെ ആക്കിയിട്ട് ആ ഷെനായ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ പേഴ്സണലി ഭയങ്കര ഒരു സങ്കടമാണ്. അതുകൊണ്ട് തന്നെ ഷെനായ്സ് എന്ന തിയേറ്ററിൽ ഞാൻ സിനിമ കാണാൻ പോകാറേ ഇല്ല. കാരണം അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മനസ്സിനൊരു വിഷമം തോന്നും. കാരണം ഒരുപാട് സിനിമകൾ അവിടെ കണ്ട് ആ ഒരു ഓർമ്മയാണ് ഇല്ലാണ്ടായത്. അതൊരിപ്പോൾ ഒരു സിംഗിൾ സ്ക്രീനായിട്ട് അതുപോലെ തന്നെ ഒരു വിസ്താരമ പോലെ ഒരു വലിയ പ്രൊജക്ഷനുള്ള ഒരു സിംഗിൾ തിയേറ്റർ ആണെങ്കിൽ പോലും നമുക്കൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മളുടെ ഓർമ്മകളായിട്ടുള്ള ഒന്നുമില്ല അവിടെ. പക്ഷേ ഷെനായ്സ് എന്ന് പറയുന്നതിൻ്റെ ആ മുമ്പിലുള്ള ആ റോഡല്ലാതെ വേറെ ഒന്നും ഓർമ്മകളിലില്ല. അങ്ങനെ മൊത്തത്തിൽ മാഞ്ഞുപോയി. അപ്പോൾ അന്നത്തെ ഷെനായ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഗുഹ പോലുള്ള ഒരു സെറ്റപ്പാണ്. അതായത് നമ്മൾ നേരത്തെ വരും എന്ന് പറയുമ്പോഴേ 12 മണിയുടെ ഷോ ആയിരിക്കും. 12 മണിക്ക് നമ്മൾ 9 മണിക്കൊക്കെ തന്നെ വന്ന് ലാൻഡ് ചെയ്തിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് തുറക്കാനുള്ള കാത്തിരിപ്പ്, അത് കഴിഞ്ഞ് ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടമാണ്. എല്ലാവരും കൂടി ഓടി ആ ക്യൂവിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ഈ ക്യൂ ആ ഗുഹ പോലുള്ള കൗണ്ടറിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ നേരം കൂട്ടുകാരൊക്കെ ആണല്ലോ, കമ്പനി അടിച്ചൊക്കെ ഇരിക്കും. പക്ഷേ ഒരു 11:30-11:45 ആ ടൈമൊക്കെ 11:30 ആകുമ്പോഴേക്കും ഇതിന്റെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തള്ളിക്കയറ്റം അങ്ങനെ ഉണ്ടാവും. ഈ തള്ളിക്കയറ്റം കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണ് എന്നെനിക്ക് തോന്നിയ ഒരു സിനിമാനുഭവമാണ് ഓം ശാന്തി ഓമിനുണ്ടായിരുന്നത്. അന്ന് ഇതുപോലുള്ള ഈ തിരക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനിങ്ങനെ നമ്മളൊരു ബലം പിടിച്ച് അങ്ങനെയുള്ളതൊന്നും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പയ്യന്റെ അത്രയുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ബലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ശരിക്കും മരിച്ചുപോയി തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ശ്വാസം മുട്ടി ഒരു വഴിയായി. പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മുടെ ആ ഒരു റിഫ്ലക്സ് ആ രീതിയൊക്കെ കൊണ്ട് ആയിരിക്കാം മേ ബി ആ ടിക്കറ്റ് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ആൾക്കാർ നമ്മളുടെ തലയിലോ നമ്മുടെ ഷോൾഡറിലൊക്കെ ചവിട്ടിയാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു ഏത് സിനിമയും ഓം ശാന്തി ഓമിന് നല്ല, ഓം ശാന്തി ഓമിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പടത്തിന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതായത് എനിക്കും എൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കും ഒന്നും ടിക്കറ്റ് കിട്ടാത്ത, ഇത്രയും ഇടികൊണ്ട് കാര്യങ്ങളൊക്കെ തിന്നിട്ട് അപ്പോഴേക്കും ടിക്കറ്റ് തീർന്നു പോയി എന്നൊരു സോൾഡ് ഔട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മുമ്പിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഈ ഗുഹ പോലുള്ള കൗണ്ടറിൽ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളമൊക്കെ വേർത്ത് കുളിച്ച് വെയിറ്റ് ചെയ്തെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ടിക്കറ്റിന്റെ ഇടപാടൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ് ആ സമയം. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കിട്ടാതെ വേർത്ത് കുളിച്ച് ഷർട്ടൊക്കെ നനഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇനി അതിലും കുഴപ്പമില്ല 3 മണിക്കത്തെ ഷോയ്ക്ക് കയറാമെന്നുള്ള ഒരു നിൽക്കുമ്പോൾ വേറെ ബാച്ചിലെ കുറെ പരിചയമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് അറിഞ്ഞു വരുന്നുള്ളൂ, വേറെ ബാച്ചുകളിലുള്ളവരെ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ അവന്മാർ ബ്ലാക്ക് ടിക്കറ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം ബ്ലാക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്റർ മാനേജ്മെന്റോ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കമ്മിറ്റി പാടത്തുള്ള ചില ടീംസൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് ബ്ലാക്ക് ടിക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു കമ്പനി ഉണ്ടാകുന്നെങ്കിൽ
കുറച്ച് എക്സ്ട്രാ ടിക്കറ്റ് കിട്ടും. ആ എക്സ്ട്രാ ടിക്കറ്റിലൂടെ കുറച്ച് കാശ് ഉണ്ടാക്കുന്ന കോളേജുള്ളത് കാശ് ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ്. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ടിക്കറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മ എക്സ്ട്രാ കാശൊന്നും വാങ്ങിയില്ല. നമ്മൾ അങ്ങനെ കണ്ടു. അങ്ങനെ ഒരു വലിയ ബാച്ചായിട്ടിരുന്ന് കണ്ട പടമാണ് ഓം ശാന്തി ഓം. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഷർട്ടൊക്കെ ഊരി പിഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഈ AC-യുടെ ഡോറ് ഇങ്ങനെ തുറക്കുമ്പോൾ വരുന്ന ഒരു സ്മെല്ല്, ആ ഒരു തണുപ്പ്, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പാട്ട് വരുമ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ദർദ് ഡിസ്കോയ്ക്കൊക്കെ ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ആക്ച്വലി. ഈ പടം കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഹിന്ദി സിനിമകളെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഇത് ആക്ച്വലി ഇതൊരു സ്പൂഫ് കൈൻഡ് ഓഫ് സിനിമയിൽ തന്നെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെയൊക്കെ സ്പൂഫ് രീതിയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സ്പൂഫ് രീതിയിലുള്ള സിനിമയാണ് എന്ന് പറയാം ഓം ശാന്തി ഓം. ഇത് തന്നെ ഒരുപാട് സെൽഫ് ട്രോൾ ഉണ്ട്. ഈ ആക്ച്വലി ആ സമയത്ത് സൈഫ് അലി ഖാനും ഷാറുഖ് ഖാനും ഒക്കെ ഫിലിം ഫെയറിന്റെ ആ ഒരു സംഭവം ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് സെൽഫ് ട്രോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് കുറെ സംഭവങ്ങളെല്ലാം ഈ പടത്തിലുണ്ട്. റീവാച്ച് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കർസ് എന്ന് പറയുന്ന പടമുണ്ട്. കർസ് കണ്ടല്ലോ, ഋഷി കപൂറിന്റെ. അപ്പൊ ആ ഋഷി കപൂറിന്റെ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പൊ കർസ് എന്ന് പറയുന്ന സിനിമ പിന്നീട് അത് ഹിമേഷ് രേഷമിയ റീമേക്ക് ചെയ്യേണ്ടായിരുന്നു. കർസ് എന്ന് പറയുന്നത് കർസ് Z4 ഉണ്ട്, അതാണ് കർസ്. മറ്റേ തന്തൂരി നൈറ്റ്സ് എന്നൊക്കെ പാട്ടൊക്കെ ഉള്ള അതൊരു ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള റീമേക്ക് ആയിരുന്നു. അപ്പോൾ ഈ കർസ് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ കർസിൽ ആ ഋഷി കപൂറിന്റെ പാട്ടിൽ അതിനകത്താണ് ഈ ഷാറുഖ് ഖാന്റെ ഇൻട്രോ തന്നെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ കർസ് എന്ന് പറഞ്ഞ സിനിമയുടെ അതിൽ ഈ പുനർജന്മമാണ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ് പറയുക, അപ്പൊ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫോർ ഷാഡോയിങ് ആ രീതിയിലേക്ക് വേണമെങ്കിൽ കാണാം. കാരണം ഇത് ഈ പുനർജന്മം എന്നുള്ളത് നമുക്ക് ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് പുനർജന്മമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ ട്രെയിലർ കണ്ടായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. പാട്ട് സ്ഥിരമായിട്ട് MTV അന്ന് സൂം അങ്ങനെയുള്ള ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ പോപ്പുലാരിറ്റി ആയിരുന്നു ഈ സിനിമയുടെ ആ ഒരു ഹൈപ്പിന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ദർദ് ഡിസ്കോ മാത്രമല്ല എല്ലാ പാട്ടുകളും ആക്ച്വലി നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. അപ്പോൾ ഇത് ഒരു പുനർജന്മം സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് സിനിമയ്ക്ക് മുമ്പ് സിനിമ കാണുന്നവരെയൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കർസ് എന്ന് പറയുന്ന ആ ഒരു ഋഷി കപൂറിന്റെ പടം കാണിക്കുന്നു. അതുകൂടാതെ ഈ മദർ ഇന്ത്യയുടെ സെറ്റിൽ വെച്ചിട്ട് നർഗീസിനെ സുനിൽ ദത്ത് രക്ഷപ്പെടുത്തിയപ്പോൾ അവർ തമ്മിൽ സ്നേഹമായി, പിന്നീട് കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ പറയുന്നുണ്ട്. പലതും ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഫറാഖാനെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. നീ സിനിമയിലെ ഡയറക്ടർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഷാറുഖ് ഖാന്റെ എൻട്രിയുടെ കൂടെ തന്നെയാണ് ഫറാഖാനെയും കാണിക്കുന്നത്. മെഹൂന ഫറാഖാന്റെ സിനിമയായിരുന്നു. മെഹൂനയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല ഹൈപ്പുണ്ടായിരുന്ന പടമായിരുന്നു ഓം ശാന്തി ഓം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു തിയേറ്ററിന്റെ ക്യൂവിൽ എന്ന് തോന്നിയത് ഓം ശാന്തി ഓമിനായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അന്നത്തെ ഒരു മമ്മൂക്ക ലാലേട്ടൻ പടങ്ങളുടെയൊക്കെ ഒരു തിരക്കുണ്ടാവല്ലോ ഫസ്റ്റ് ഡേ, ആ ഒരു തിരക്കിന് അതിനേക്കാൾ കൂടുതലായിരുന്നു തോന്നുന്നു. കാരണം മമ്മൂക്ക ലാലേട്ടൻ പടങ്ങൾക്ക് യൂത്ത് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് ഉണ്ടാവും, പക്ഷെ ഈ ഷാറുഖ് ഖാന്റെ സിനിമയായിട്ട് വരുന്ന അത്രയും ഓഡിയൻസ്, അതായത് നിറച്ച് കോളേജിലുള്ള എല്ലാ കോളേജും ഉണ്ടായിരുന്നു. അന്ന് അവിടെ നോക്കുമ്പോൾ ആൽബർട്ട്സിലെ പിള്ളേരുണ്ട്, SRVയിലെ പിള്ളേരുണ്ട്, എല്ലാ പിള്ളേരും എല്ലാ കോളേജും നിന്നിരുന്നൊരു ദിവസമായിരുന്നു ഓം ശാന്തി ഓമിന്റെ ഫസ്റ്റ് ഡേ ഷെണായ്സിൽ. ഒരിക്കലും മറക്കില്ല. പിന്നെ സിനിമ കണ്ടപ്പോൾ ഒരുപാട്, അതായത് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ നിറച്ച് സ്പൂഫാണ്. അതായത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പക്കായിട്ട് നല്ല രീതിയിൽ കൊട്ടുന്ന പക്ക സ്പൂഫായിട്ടുള്ള സർക്കാസ്റ്റിക് ആയിട്ട് എല്ലാവരും എന്തൊക്കെ രീതിയിൽ കാണിക്കാവോ അതിൽ ഷാറൂഖിനെ തന്നെ സെൽഫ് ട്രോള് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു പക്ക സെക്കൻഡ് ഹാഫാണ് വരുന്നത്. പക്ഷേ ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഓക്കെ പുനർജന്മമാണ് ആ രീതിയിലേക്ക് വരുന്നത്. പക്ഷേ അതിനകത്ത് അവസാനം വരുന്ന ട്വിസ്റ്റ് ഉണ്ടല്ലോ, ആ ട്വിസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഓം ശാന്തി ഓമിന്റെ പ്രത്യേകത നമുക്ക് ആസ് എ മ്യൂസിക്കൽ എന്നുള്ള രീതിയിൽ പാട്ടുകൾ മാത്രം കാണാൻ വേണ്ടി നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ഹ്യൂമർ, പിന്നെ പൗലോ കൊയ്ലോയുടെ ആ ഒരു കോട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇമോഷണൽ സംഭവങ്ങളാണെങ്കിലും ഇപ്പൊ കിരൺ ഖേറിന്റെ ആ ഒരു ക്യാരക്ടർ, ഒരു അമ്മ മകൻ ബന്ധം അതാണെങ്കിലും, പിന്നെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു റിലേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പാട്ടെന്നുള്ള രീതിയിലാണെങ്കിലും ഹ്യൂമർ എന്നുള്ള രീതിയിലാണെങ്കിലും ഇമോഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു ത്രില്ലർ മൂഡ് വരുന്ന, ഒരു ആക്ഷൻ മൂഡ് വരുന്ന, എന്നാ ഒരു സസ്പെൻസ്, ആ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ എങ്ങനെ നോക്കിയാലും ഓം ശാന്തി ഓം ഒരു ഫുൾ പാക്കേജാണ്. ഷാറൂഖ് ഖാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു സിനിമകളെന്നൊക്കെ പറയുന്നത് നമ്മൾ കുറെ കാലമായിട്ട് മിസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈയിടയ്ക്ക് ഇറങ്ങിയ ജവാനാണെങ്കിലും പട്ടാനാണെങ്കിലും അതൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല. ഈ ഓം ശാന്തി ഓം പോലെ നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കുറെ കാലമായിട്ട് ഈ സിനിമകൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിധി വരെ ചെന്നൈ എക്സ്പ്രസിലാണ് പുള്ളി ഇത്രയും ഒരു എനർജറ്റിക് ആയി ആ രീതിയിൽ വരുന്നത്. ചെന്നൈ എക്സ്പ്രസിൽ നിന്നും ഓം ശാന്തി ഓമിന്റെ അടുത്ത് പോലും എത്തില്ല. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഈ പടം വീണ്ടും കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, കോളേജ് ലൈഫ് ഓർമ്മ വരുന്നു, ആ കാലം ഓർമ്മ വരുന്നു.
നമുക്കിത് കുറേ കാലം കഴിയുമ്പോഴേക്കും അതായിരുന്നു നല്ല കാലം എന്നൊക്കെ തോന്നുന്നു. ഇപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്ന 2025, എനിക്കൊരു 10 കൊല്ലം കഴിയുമ്പോൾ അതായിരുന്നു നല്ല കാലം എന്ന് തോന്നും. അങ്ങനെയാണ് മനുഷ്യൻ, എങ്ങനെയാണല്ലോ. അപ്പോൾ ആ കോളേജ് ലൈഫ് ഓർമ്മ വന്നു. പക്ഷെ എല്ലാവർക്കും അവരുടെ കോളേജ് ലൈഫ് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഓം ശാന്തിയും. അപ്പോൾ ആ ടൈമിലായിരുന്നു സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹെഡ്സെറ്റ് കുത്തി ഓം ശാന്തി ഓമിലെ പാട്ട്, സാവരിയിലെ പാട്ട്, അതൊക്കെ കേട്ടുകൊണ്ട് കാക്കനാട് നിന്ന് ഇടക്കൊച്ചി വരെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ആ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് 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 ഓർമ്മകളുണ്ട് പേഴ്സണലി. ആ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു. ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ പുതിയ ജനറേഷനിലുള്ള പിള്ളേരും ഈ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ അന്ന് ആ ടൈമിൽ എങ്ങനെയൊക്കെയാണ് ഈ ഓം ശാന്തി ഓം എന്നുള്ള പടം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്, അതേ രീതിയിൽ അതേപോലെ തന്നെ നല്ല ക്ലാപ്പ് ചെയ്തും പാട്ടുകൾ കൂടെ പാടിയും എല്ലാ രീതിയിലൊക്കെ എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പിന്നെ ഈ സിനിമയിലുള്ള ആ ഒരു ഹിന്ദി ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പലരെയും ഞാൻ പറഞ്ഞ പോലെ സർക്കാസ്റ്റിക് ആയിട്ട്, സ്പൂഫായിട്ട്, അതായത് ധർമ്മേന്ദ്ര അല്ല, ഗോവിന്ദനെ കാണിക്കുന്നത്. പിന്നെ അക്ഷയ് കുമാറിന്റെ അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള സെൽഫ് ട്രോളുകൾ, അഭിഷേക് ബച്ചന്റെ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതെല്ലാം ചിലപ്പോൾ ആ ഒരു പോപ്പ് കൾച്ചർ റെഫറൻസ്, ബോളിവുഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവാതിരിക്കാം. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ബോളിവുഡിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന സമയത്താണ് ഓക്കെ, ഇത് അതായിരുന്നല്ലോ ഉദ്ദേശിച്ചത്. മറ്റേ സൂരജ് ബർജാട്ടിയുടെ മറ്റേ താങ്ക് യു, സോറി എന്നും പറയാവുന്ന അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഇത് അങ്ങനെയൊക്കെയാണ്. കാരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. അതൊക്കെ ഷാറുഖ് ഖാന്റെ സംഭാവനയാണ് ചാൻസ്. കാരണം പുള്ളി ഫിലിം ഫെയറിലൊക്കെ കാണിച്ചു കൊണ്ടുന്നുണ്ട്. സെൽഫ് ട്രോളിന്റെ ആളാണ് പുള്ളിക്കാരൻ. അപ്പൊ ആ ഒരു രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. ഇതൊരു സിനിമയിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ടും ഒരു സൂപ്പർ സ്റ്റാർ ജാഡ എന്നുള്ള രീതിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അതിനു മുമ്പ് ഉദയനാട് തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ബോളിവുഡ് വേർഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയാണ്. പിന്നെ ഓം ശാന്തി ഓം പ്രോപ്പറായിട്ട് റീമാസ്റ്റർ 4K ഡോൾബി അറ്റ്മോസിലേക്ക് റീമാസ്റ്റർ ചെയ്തോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നകാലത്ത് ഈ പടം ഇറങ്ങിയത് തന്നെ ഒരു പക്ക ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതേ സംഭവങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു 4K റീമാസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ദിൽസെ നല്ല രീതിയിൽ 4K റീവർക്ക് ചെയ്തേക്കണം, നമുക്ക് അറിയാൻ പറ്റും. അതുപോലുള്ള വ്യത്യാസങ്ങളൊന്നും ഓം ശാന്തി ഓമിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ ഇൻഡസ്ട്രി, ബോളിവുഡ് ഇൻഡസ്ട്രി ഭയങ്കര വലുതാണ്. അവർ റെഡ് ചില്ലീസ് പോലുള്ള അവരുടെ പ്രൊഡക്ഷനിൽ ഒരു പടം കൊടുക്കുമ്പോൾ അവർ അന്തകാലത്ത് തന്നെ അവിടുത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെ ആയിരിക്കും ആ പടം എടുത്തിട്ടുണ്ടാവുക. അത് അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോഴും വന്നിട്ടുണ്ടാവുക. അതല്ലാതെ ഒരു ഫിലിമിലെടുത്തിട്ട് ഫിലിം കൺവേർട്ട് ചെയ്ത് ഒരു റീവർക്ക് ചെയ്തതായിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഈ സിനിമ ഒരു അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പൊ ഇതുപോലുള്ള ഈ വർഷം വളരെ സ്പെഷ്യലാണ്. ഒരുപാട് റിലീസസ് ഉണ്ട്, ഒരുപാട് നല്ല റിലീസസ് എല്ലാം. ചിലതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റുമോ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സിനിമകളൊക്കെയാണ്. അതടക്കം കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ റോക്ക് സ്റ്റാർ, ഓം ശാന്തി ഓം പോലുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ കണ്ടതാണ് അന്തകാലത്ത് തന്നെ. അപ്പോൾ അതിന്റെ ഒരു നൊസ്റ്റാൾജിയ, ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിയിൽ ഒരു സുഖം നൽകുന്ന ഒരു അനുഭവമാണ്. ഓം ശാന്തി ഓം ഇനിയും എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രമല്ല, ഇനിയും അങ്ങോട്ടേക്ക് ഷോ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഓം ശാന്തി ഓം തിയേറ്ററിൽ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത്, കാണുക.